വെളിപ്പാടിന്റെ 2:6 പറയുന്നു, എന്നാൽ നിക്കോലിയവരുടെ പ്രവൃത്തികളെ നീ വെറുക്കുന്നു, അത് എനിക്കും വെറുപ്പാണ്. ക്രിസ്തുവിൽ നിന്നും എഫെസോസിലെ സഭയ്ക്ക് ലഭിച്ച ഒരു നിഗൂഢ മുന്നറിയിപ്പും അഭിനന്ദനവും വെളിപ്പെടുത്തുന്നു. നിക്കോലിയവർ ബൈബിൾ ചരിത്രത്തിൽ നിഗൂഢതയായി തുടരുന്നു. അവരുടെ പേര് അന്ത്യോക്കിലെ നിക്കോലുസുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്നിട്ടും അവരുടെ പഠിപ്പിക്കലുകളും ആചാരങ്ങളും വളരെ ദുഷിച്ചതായിരുന്നു. യേശു അവരോടുള്ള തന്റെ വെറുപ്പ് വ്യക്തമായി പ്രഖ്യാപിച്ചു. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ പുറംജാതീയ സംസ്കാരവും വിഗ്രഹാരാധനയും ലൈംഗിക അധാർമികതയും അവർ വിട്ടുവീഴ്ച പ്രോത്സാഹിപ്പിച്ചുവെന്ന്, സത്യത്തെ വഞ്ചനയുമായി കൂട്ടിക്കലർത്തിയെന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വേഷം ധരിച്ച പാഷണ്ഡതയുടെ കാലാതീതമായ അപകടത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ വാക്കുകൾ തന്റെ ജനത്തോടുള്ള അവന്റെ അസൂയ നിറഞ്ഞ സ്നേഹം വെളിപ്പെടുത്തുന്നു. ഈ ദുഷിച്ചതിനെ നിരസിച്ചതിന് അവൻ എഫെസ്യരെ അഭിനന്ദിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിന് സ്നേഹം മാത്രമല്ല, സുവിശേഷത്തെ വളച്ചൊടിക്കുന്ന ഉപദേശങ്ങളുടെ വിവേചനവും അസഹിഷ്ണുതയും ആവശ്യമാണെന്ന് കാണിക്കുന്നു. വിശ്വാസത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി എല്ലായ്പ്പോഴും ബാഹ്യ പീഡനമല്ല, മറിച്ച് ആന്തരിക വിട്ടുവീഴ്ചയാണെന്നും നിക്കോലിയ രഹസ്യം മുന്നറിയിപ്പ് നൽകുന്നു.